കാർണേജ് കബൂട്ടോയെ ഒറ്റയടിക്ക് പപ്പടമാക്കുന്ന എപ്പിസോഡ് 3ലേക്ക് എല്ലാവർക്കും സ്വാഗതം. എവല്യൂഷൻ ലാബ് സിഇഒ സയന്റിസ്റ്റ് ജെനോസ് തന്റെ ചെറുപ്പകാലത്ത് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ തന്റെ കണ്ടുപിടുത്തങ്ങൾക്ക് മതിയായ സപ്പോർട്ട് ലഭിക്കാത്തതിനാൽ തനിയെ റിസർച്ച് നടത്തേണ്ടി വരികയും തന്റെ വാർദ്ധക്യകാലത്ത് വലിയ ഒരു റിസൾട്ട് ഉണ്ടാക്കുകയും അദ്ദേഹം ചെയ്തു. ആ റിസൾട്ടിലൂടെ ജെനോസ് തന്റെ ചെറുപ്പകാലം തിരിച്ചു പിടിക്കുകയും ഒരുപാട് ക്ലോണുകളെ സൃഷ്ടിക്കുകയും ചെയ്തു. ആർമേഡ് ഗൊറില്ല ജെനോസിന്റെ നിർദ്ദേശത്താൽ സൈതാമയെ പിടിച്ചുകൊണ്ടാൻ വന്നതാണെന്ന് പറയുന്നു. ജെനസ് എവല്യൂഷൻ ലാബിൽ കാർണേജ് കബൂട്ടയെ പുറത്തിറക്കണമെന്ന് പറയും. ഇത് കേട്ട് ജെനസിന്റെ എല്ലാ ക്ലോൺസും പേടിച്ചു വിറയ്ക്കുന്നു. സൈതാമയും ജെനോസും എവല്യൂഷൻ ലാബിലേക്ക് ഓടി വരികയാണ്. ജെനോസ് തൻ്റെ ശക്തി ഉപയോഗിച്ച് എവല്യൂഷൻ ലാബ് നശിപ്പിക്കുന്നു. എന്നാൽ ശരിക്കുമുള്ള ലാബ് അത് അണ്ടർഗ്രൗണ്ടിലാണെന്ന് അവർ മനസ്സിലാക്കുന്നു. അണ്ടർഗ്രൗണ്ടിൽ കാർണേജ് കബൂട്ടോയുടെ അടികൊണ്ട് ജെനോസിൻ്റെ ക്ലോൺ മരിക്കുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും. എന്നിട്ട് കാർണേജ് കബൂട്ടോ ജെനോസ് സയൻറ്റിസ്റ്റിനൊപ്പം ജെനോസ് സൈബോർഗിനെ ഇടിച്ച് നശിപ്പിക്കുന്നു. സൈതാമയും കബൂട്ടോയും യുദ്ധത്തിനൊരുങ്ങുന്നു. എന്നാൽ ജെനോസ് വീണ്ടും കബൂട്ടോയുമായി യുദ്ധത്തിനൊരുങ്ങുന്നു. കബൂട്ടോ ജെനോസിനെ വീണ്ടും അടിച്ച് നശിപ്പിക്കുന്നു. അങ്ങനെ സൈതാമ ജെനോസിനെ വാരിപ്പറക്കി ഒരു സൈഡിലേക്ക് കൊണ്ടുവെക്കുന്നു. അതിനുശേഷം കബൂട്ടോയ്ക്ക് സൈതാമയുടെ ശരിയായ ശക്തി മനസ്സിലായി. കബൂട്ടോ പേടിച്ചു മാറുന്നു. സൈതാമയുടെ ശരിക്കുമുള്ള ശക്തി മനസ്സിലായ കബൂട്ടോ തൻ്റെ ബോഡി ട്രാൻസ്ഫോം ചെയ്ത് കാർണേജ് കബൂട്ടോ ആയി മാറുന്നു. കബൂട്ടോ അങ്ങനെ കുറേ കൊണയടിച്ചുകൊണ്ടിരിക്കുന്നു. അത് സഹിക്കാനാവാതെ സൈതാമ ഒറ്റ പഞ്ചിൽ കബൂട്ടോയെ നശിപ്പിക്കുന്നു. ഇത് കണ്ട് സയൻറ്റിസ്റ്റ് ജെനോസ് ഞെട്ടിവിറയ്ക്കുന്നു. അതിനുശേഷം ഇന്ന് ചന്തയിൽ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് സൈതാമയും ജെനോസും അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു. 4 മണിക്കൂർക്ക് ശേഷം ഓഫർ തീരും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.